മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് ദിയ കൃഷ്ണ. ഇപ്പോൾ ഇതാ തന്റെ എല്ലാ വിശേഷങ്ങളും കഴിഞ്ഞ് തന്റെ സുഹൃത്തിന്റെ വിവാഹത്തിന് പോകുന്ന വിശേഷമാണ് 2 ദിവസം മുൻപ് ദിയ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത്. ഞാൻ ഒരുങ്ങുന്നത് കാണുകയാണെങ്കിൽ എന്റെ ബ്രൈഡൽ ഷവർ ആണെന്ന് തോന്നുമെന്നാണ് ദിയ തമാശയോടെ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതിന് കാരണം ഞാൻ അങ്ങനെയുള്ള രീതിയിലാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് എന്നും കൂടെ ദിയ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതിന് അശ്വിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: നമുക്ക് നമ്മുടെ കല്യാണം മാത്രമല്ല ബ്രൈഡൽ ഷവർ നടത്താൻ സാധിക്കില്ല, വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ബേബി ഷവർ നടത്താമെന്നാണ് അശ്വിൻ മറുപടിയായി നൽകിയത്. അതിന് ദിയയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ഒന്നിന്റെ ഷവർ നടത്തിയതിന്റെ ക്ഷീണം എനിക്ക് ഇതുവരെയും മാറിയിട്ടില്ല എന്നായിരുന്നു ദിയ കൃഷ്ണ മറുപടി നൽകിയത്. ഇത് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും ഏറ്റെടുക്കുകയാണ്. ഓമിക്ക് ഒരു അനിയത്തിയോ അനിയനോ വേണ്ടയോ എന്നുള്ള ചോദ്യം നിരോധിച്ചിരിക്കുകയാണ് എന്ന് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഈ വീഡിയോ പുറത്തു വന്നതിൽ പിന്നെ മറുപടിയായി എത്തിയത്. മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയ കൃഷ്ണ. 2 വർഷം മുൻപായിരുന്നു ദിയ വിവാഹിതയായത്. ഉടൻ തന്നെ ഒരു കുഞ്ഞിന്റെ അമ്മയാവുകയും ചെയ്തു. ഗർഭകാലത്തെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെച്ചുകൊണ്ട് ഇടയ്ക്കിടെ ദിയ അന്ന് സോഷ്യൽ മീഡിയയിലൂടെയും പ്രത്യക്ഷപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ ഇനി ഒരു കുഞ്ഞിനെ പറ്റി ഉടനെ ഒന്നും ചിന്തിക്കുന്നില്ല എന്നും തനിക്ക് ഒന്നിന്റെ ക്ഷീണം തന്നെ മാറിയിട്ടില്ല എന്നും തന്നെയാണ് പ്രേക്ഷകരോട് ദിയ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഇടയ്ക്കൊക്കെ തന്നെയും ഗോസിപ്പ് പേജുകളിൽ ദിയ വീണ്ടും ഗർഭിണിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാജ വാർത്തകൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതിനുള്ള മറുപടി തന്നെയാണ് ഇപ്പോൾ ദിയ നൽകിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ദിയയെ സ്നേഹിക്കുന്ന പ്രേക്ഷകരെല്ലാവരും പറഞ്ഞിരിക്കുന്നത്. മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയാണ് ദിയ കൃഷ്ണ. എങ്കിലും ഇടയ്ക്കൊക്കെ തന്നെയും ചില വിവാദങ്ങളിലും ദിയ അകപ്പെടാറുണ്ട്. എന്നാൽ അതൊന്നും തന്നെ കാര്യമാക്കാതെ തന്റെ കരിയറും കുടുംബവുമായി മുന്നോട്ട് പോകുന്ന ദിയ കൃഷ്ണയ്ക്ക് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട്. നിങ്ങൾക്ക് ദിയയെ ഇഷ്ടമാണോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.